ഇപ്പോൾ സിനിമാ ഗാന രചയിതാവ് സുഹൈൽ കോയ തത്സമയം ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ സുഹൈൽ കോയ, വേടൻ്റെ പാട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പാഠഭാഗമൊക്കെ ഉൾപ്പെടുത്തുന്നു. അത് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന അദ്ദേഹത്തിൻ്റെ റാപ്പ് സോങ് ഒരു പാഠഭാഗമാക്കി മാറ്റുന്നു എന്നുള്ളതിന് വലിയൊരു വിപ്ലവകരമായ തീരുമാനവും നിലപാടുമായി നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ദൗർഭാഗ്യകരമായ ഒരു സമീപനം, ഏറ്റവും ഒടുവിൽ ഒരു ക്ലൈമാക്സ് അതിനുണ്ടാകുന്നു. ഒരു വിദഗ്ധ സമിതി വരുന്നു, അദ്ദേഹത്തിൻ്റെ വർക്കിന് കാവ്യഭംഗിയില്ല, കാവ്യാത്മകതയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് കാവ്യഭംഗിയില്ല എന്ന ഒരു തീർപ്പിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എത്തുന്നത്? എന്തായിരിക്കും ഇതിനകത്ത് പരിശോധിച്ചിട്ടുണ്ടാവുക? അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കാരണം ആ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന പാട്ടിന്റെ ലിറിക്സ് പരിശോധിച്ചാൽ മനസ്സിലാവും അതൊരു ഗ്ലോബൽ സിറ്റിസൺ ആയിട്ട് നമ്മൾ ഈ മലയാളീനെ പ്ലേസ് ചെയ്യുന്ന ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ സിറിയൻ വിഷയം സംസാരിക്കുന്നു, കോങ്കോയിലെ വിഷയങ്ങൾ സംസാരിക്കുന്നു, മെക്സിക്കോയിലെ വിഷയങ്ങൾ സംസാരിക്കുന്നു, അമേരിക്കൻ നേറ്റീവ്സിന്റെ പ്രോബ്ലംസ് സംസാരിക്കുന്നു, സിറിയൻ റെഫ്യൂജി അലാൻ കുഞ്ഞ് മരിച്ചതിനെ പറ്റി സംസാരിക്കുന്നു. അങ്ങനെ നമ്മൾ മലയാളീനെ ഭൂമിയുടെ നടുക്ക്, എല്ലാ ഭൂലോകത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങളുടെയൊക്കെ നടുക്ക് പ്രതിഷ്ഠിക്കുന്ന പോലത്തെ അത്ര മനോഹരമായിട്ട് ഒരു ഇൻക്ലൂസീവ് ഒരു ഗ്ലോബൽ സാധനമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് പഠിപ്പിച്ചില്ലേ പിന്നെ ഏത് പഠിപ്പിക്കാനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതാണല്ലോ കുട്ടികൾ നമ്മളിപ്പോ ഗ്ലോബൽ സിറ്റിസനായിട്ട് വളർത്തിക്കൊണ്ട് വരണം എന്നൊക്കെ നമ്മൾ തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയാണേലും നമ്മുടെ ഇവിടുത്തെ VC-മാര്, പ്രൊഫസർമാര്, സ്കൂൾ ടീച്ചർമാര്, നമ്മൾ ട്യൂഷൻ എടുക്കുന്നവർ വരെ നമ്മളെ എല്ലാവരെയും ഒരു ഗ്ലോബൽ സിറ്റിസനാക്കി അടുത്ത വിദ്യാർത്ഥി തലമുറയെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇതുപോലെയുള്ള ഗ്ലോബൽ വിഷയങ്ങൾ സംസാരിക്കുന്ന പാട്ടുകൾ, കാരണം സിനിമ പാട്ടുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, നമുക്കൊരു ഒരു നിബന്ധനകൾക്കുള്ളിനകത്ത് നിന്നാണ് എഴുതുന്നത്, ഒരു സ്റ്റോറി ഉണ്ടാവും, ഒരു ഇതുണ്ടാവും. അപ്പം നമുക്ക് ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റുന്നത്, നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ പറ്റുന്നത്, നമ്മുടെ ചിന്തകൾ മുന്നോട്ട് വെക്കാൻ പറ്റുന്നത്, നമ്മുടെ പരാധീനതകൾ മുന്നോട്ട് വെക്കാൻ പറ്റുന്നത് ഇൻഡിപെൻഡന്റ് സ്ഥലത്താണ്. അതിനെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ എടുത്തു എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പം അത് നമ്മളെല്ലാവരും ആലോചിച്ചു, ആഹാ അങ്ങനൊരു മൈൻഡ് വന്നു. ഒരു വ്യക്തി ഇപ്പൊ പറയുന്ന മറ്റു ആർഗ്യുമെന്റുകൾ, കമന്റുകളിലാണെങ്കിലും മറ്റു ആർഗ്യുമെന്റ്, ഇദ്ദേഹം പുറത്ത് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രിഫറൻസുകളിനോടുള്ള വിയോജിപ്പ് കാരണം അങ്ങനെ നമുക്ക് ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കലും ഇറക്കാൻ പറ്റില്ല. നമ്മൾ ആർട്ട് വെച്ചാണ് അദ്ദേഹം പുറത്ത് എന്താണ് ചെയ്തത്, അദ്ദേഹം ഒരു എക്സംപ്ലറി സിറ്റിസൺ ആണെങ്കിൽ മാത്രം അദ്ദേഹത്തിന്റെ ആർട്ടിനെ പരിഗണിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന വാദം കുറെ നാൾക്ക് മുമ്പേ പൊഴിഞ്ഞു പോയി. ഇപ്പൊ ബോബ് ഡില്ലനൊക്കെ നൊബേൽ പ്രൈസ്, ലിറ്ററേച്ചറിനുള്ള നൊബേൽ പ്രൈസ് കൊടുത്തപ്പോഴൊക്കെ ഈ ആർഗ്യുമെന്റ് ഉയർന്നു വന്നത് കാണാം. കാരണം അത് അവര് നൊബേൽ സമിതി തന്നെ അതിനെ പൊളിച്ചെഴുതാൻ നോക്കുകയാണല്ലോ. ഈ പഴയ പരമ്പരാഗത എഴുത്തുകാർ, ഇപ്പൊ സണ്ണി ചേട്ടനൊക്കെ ഇപ്പൊ പറഞ്ഞത് ഞാൻ കേട്ടു, അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. ഈ ശുദ്ധിവാദം നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കുറെ ആൾക്കാരുണ്ട് ഇതേ രീതിയിൽ പെരുമാറി, അതേ രീതിയിൽ വസ്ത്രം ധരിച്ച്, ഇതേപോലെ ബഹുമാനം എന്ന് നമ്മൾ കോട്ടാൻകോട്ടിലാണ് ഞാൻ ബഹുമാനം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ വരുന്നവർക്ക് മാത്രമാണ് ഈ എഴുത്ത്, വായന, ലിറ്ററേച്ചർ, നോവല്, കവിത ഇതൊക്കെ വഴങ്ങുക, മറ്റുള്ളവർക്ക് ആർക്കും ഇത് വഴങ്ങില്ല എന്നൊക്കെ ഉള്ള സാധനം വീണ്ടും അതേ മെസ്സേജ് അല്ലേ നമ്മൾ കൊടുക്കുന്നത്. അത് സങ്കടകരമായ കാര്യമാണ്. ഞാനിപ്പോ എന്ന് വിചാരിച്ചു, ഇവർക്ക് ആ പുതുതലമുറക്ക് കൊടുക്കേണ്ട ഉപദേശം അതാണോ? ഈ പഴയ പാക്കേജിങ് സാധനം തന്നെ നമ്മൾ വന്നാൽ, നിങ്ങൾ ഇന്ന പോലെ വേഷം ധരിച്ച്, ഇന്ന പോലെ പെരുമാറി, ഇന്ന പോലെ കവിതകൾ എഴുതി, ഇന്ന ബിംബങ്ങൾ മാത്രം അതിനകത്ത് വെച്ചാൽ മാത്രം നിങ്ങളെ സ്റ്റേറ്റ് ആദരിക്കും, ഒരു നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡൊക്കെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനത്തെ വരണമെങ്കിൽ നിങ്ങൾ XYZ ചെയ്യണം എന്ന്. അതിന് പുറത്തേക്കുള്ള ആശയങ്ങളെ തള്ളിക്കളയുന്നത് വളരെ ദൗർഭാഗ്യവും സങ്കടകരമായ. ഇപ്പൊ വേടന്റെ കാര്യത്തിൽ വേടൻ ഇതുവരെ തന്റെ ഏതെങ്കിലും വർക്ക് ഒരു പാഠഭാഗമാക്കി മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടുമുണ്ടാവില്ല, അങ്ങനെ എവിടെയും ഒരു പ്ലാറ്റ്ഫോമിലും ആവശ്യപ്പെട്ടിട്ടുമുണ്ടാവില്ല. ഇതിപ്പോ അദ്ദേഹത്തിന്റെ ഈ സ്വീകാര്യതയും പോപ്പുലാരിറ്റിയും സാമൂഹ്യപരമായി ഉണ്ടാക്കുന്ന ഒരു വിപ്ലവം ഒക്കെ കണക്കിലെടുത്താണ് ഇത് എടുക്കാം എന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു വിപ്ലവകരമായ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഒരു വിദഗ്ധ സമിതിയും ഇല്ലാതെ, അതിനകത്ത് വേറെ ഒരു പുനഃപരിശോധനയും ഇല്ലാതെ അതുമായി മുന്നോട്ട് പോകണമായിരുന്നു. തീർച്ചയായിട്ടും 100% ഞാൻ യോജിക്കുന്ന കാര്യമാണ്. കാരണം അങ്ങനെ ഒരു വിദഗ്ധ സമിതി അതൊക്കെ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ആർട്ടിനെ അങ്ങനെ നമുക്ക് ഒരു ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണല്ലോ. ആർട്ടിനെ നമുക്ക് അങ്ങനെ ഒരു വിദഗ്ധ സമിതിനെ വെച്ചിട്ട് ഒരു സ്കെയിൽ വെച്ച് അളന്ന് കണ്ടുപിടിച്ച് ഇത് കൊള്ളാം, ഇത് കൊള്ളില്ല എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇപ്പോ അത് ഒരു മത്സരത്തിന് അയച്ചതാണ്, ഒരു അവാർഡിന് അയച്ചാണ്, ഓക്കെ മനസ്സിലാക്കാം നമുക്ക്, ഓക്കെ അതിലൊരു കമ്മിറ്റി ഉണ്ടാവും, ഒരു ബോർഡ് ഉണ്ടാവും, തീരുമാനിക്കും. ഇതല്ലല്ലോ. ഇത് വേടന്റെ ലിറിക്സ് അല്ലെ ഗൗരിലക്ഷ്മിയുടെ ലിറിക്സ് അതിലേക്ക് ഉൾപ്പെടുത്തുന്നത് ആ ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ കൈകൊട്ടുകയും അത്
കൊണ്ടുവന്നു കഴിയുമ്പോൾ അതിനേക്കാളും അവഹേളിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ കുറച്ച് പേര് ഇരുന്നിട്ട് ഇല്ല അത് കൊള്ളില്ല കേട്ടോ, ശരി ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, അത് കൊള്ളില്ലായിരുന്നു ആക്ച്വലി എന്ന് പറയുന്നത് എന്ത് ഒരു ഭയങ്കര നിന്ദയാണല്ലോ ഒരു കലാകാരനോട് കാണിക്കുന്ന ഭയങ്കര മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ഈ ചെറുപ്പം മുതലേ ഈ കവിതയൊക്കെ പഠിച്ചു വരുമ്പോഴൊക്കെ അതിലെ വ്യാകരണവും അല്ലെങ്കിൽ ഭാഷയും പഠിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, അത് മുന്നോട്ട് വെക്കുന്ന സന്ദേശം, മെസ്സേജ്, അർത്ഥതലങ്ങൾ, ഇതൊക്കെയാണുള്ള ഒരു കവിതയുടെ ആത്യന്തികമായ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡിഗ്രിയിലെ ഒരു പാഠഭാഗങ്ങളിലൊക്കെ വേടനെ പോലെയുള്ള ഈ ഭൂമി ഞാൻ വാഴുന്നിടമൊക്കെ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ മാനവികവും മനുഷ്യത്വപരമായതോ അല്ലെങ്കിൽ വലിയൊരു ഗംഭീര പൊളിറ്റിക്സ് ഉണ്ടല്ലോ അതിനകത്ത്. അത് സ്വാഭാവികമായും മറ്റൊരു ഒരു ചർച്ചയുമില്ലാതെ, ഒരു പുനഃപരിശോധനയും ഇല്ലാതെ അത് ഈ ഡിഗ്രി വിദ്യാർത്ഥികൾ അത് ചർച്ച ചെയ്യട്ടെ എന്നൊരു തലത്തിലേക്കായിരുന്നില്ല വരേണ്ടിയിരുന്നത്. ഉറപ്പായിട്ടും അതിപ്പോ ഇനിയിപ്പോ ഒരു യൂണിവേഴ്സിറ്റി വന്നാലും വന്നില്ലേലും അത് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നെറ്റ് ഈ ഇന്റർനെറ്റിന്റെ ലോകത്ത് അത് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾ അത് ഏറ്റുപാടുന്നുണ്ട്. വേടന്റെ പാട്ടിട്ട് തിരുവാതിര വരെ കളിക്കുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് വൈറലായിട്ട് കണ്ടു. അതൊക്കെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ ആളുകൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ സപ്രസ് ചെയ്താലും സപ്രസ് ചെയ്തില്ലെങ്കിലും ഒറിജിനൽ ആർട്ട് അത് പറയുന്ന പർപ്പസ് അത് പുറത്തു വരിക തന്നെ ചെയ്യും. പക്ഷെ ഇപ്പൊ നമ്മൾ ആസ് എ ഗവൺമെന്റും യൂണിവേഴ്സിറ്റി അവരുടെ ബോർഡ് അത് ആരുടെ പക്ഷത്താണ് എന്ന് കാണിക്കേണ്ട ഒരു ടൈമാണല്ലോ. ഞങ്ങള് ഈ ചേഞ്ചിന്റെ കൂടെയാണ്, ഞങ്ങൾ ഈ പുതുതലമുറയുടെ ഈ ആശയങ്ങളുടെ കൂടെയാണ് എന്ന് അവർക്ക് പറയാൻ കിട്ടിയ വലിയൊരു സമയം അവര് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്കത് എടുത്തു കാണിക്കാൻ പറ്റുന്നത് നിങ്ങൾ ഈ യങ്സ്റ്റേഴ്സ് കൊണ്ടുവന്ന ചേഞ്ച്, അത് ഭാഷയിൽ കൊണ്ടുവന്ന ചേഞ്ച്, അത് പാട്ടിൽ കൊണ്ടുവന്ന ചേഞ്ച്, മ്യൂസിക്കിൽ കൊണ്ടുവന്ന ചേഞ്ച്, നമ്മൾ പറയുന്ന കണ്ടന്റിൽ കൊണ്ടുവന്ന ചേഞ്ചിനൊപ്പമാണ് ഞങ്ങൾ. ഇപ്പൊ ബാക്കി എല്ലാ പോളിസിയിലും നമ്മൾ കേരളത്തിൽ സ്വയം നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. ഒരുപാട് ചേഞ്ചുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന ഇപ്പൊ ഗ്ലോബലി നടക്കുന്ന ചേഞ്ചുകളെ ഏറ്റവും ആദ്യം ഒരു സമൂഹം എന്ന് സ്വയം പറയുന്ന ഒരു സമൂഹം കൂടെ ആയതുകൊണ്ട് അതിനൊപ്പം നിൽക്കാൻ വലിയൊരു അവസരത്തെ തുലച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഇത്. പക്ഷെ എനിക്ക് അതിനേക്കാളും സങ്കടം ഇത് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും വിചാരിക്കും അത് ഇപ്പം ഇതൊന്നും അദ്ദേഹം വേണമെന്ന് പറഞ്ഞതോ ഒന്നും അല്ലെങ്കിൽ കൂടെയും ഇത് പൊതുസമൂഹത്തിൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് ഫോർ ഗുഡ് റീസൺസ്. അതാണ് എന്നെ സങ്കടപ്പെടുന്നത്. നമുക്ക് അത് ചർച്ച ചെയ്യപ്പെടുന്ന ആഘോഷിക്കപ്പെടേണ്ട കാര്യങ്ങളിലല്ലല്ലോ ആഘോഷം. ഇതിങ്ങനെ കുറെ വിവാദങ്ങളിലും എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നതിലുമാണ്. അതാണ് തീർത്തും അനാവശ്യമായി ഒരു വലിയ കലാകാരനെ വീണ്ടും സാമൂഹ്യ മധ്യത്തിൽ അധിക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുകയാണ്. അങ്ങനെ ഒരു വിമർശനമാണ് താങ്കൾ ഉന്നയിക്കുന്നത്.